നല്ല മുരുമുരാന്നിരിക്കുന്ന പഴംപൊരി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റ്, പിന്നെ കുറച്ച് ഏലക്കയും പിന്നെ ചെറുജീരകവും കൂടെ ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഒരു ബാറ്ററാക്കി എടുക്കാം. കട്ടകളൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കണേ. അതിന് ശേഷം ഈ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പഴം എടുത്തിട്ട് 3ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇടാം. ഈ സമയത്ത് കൈ കൊണ്ടേ മുക്കരുത് കേട്ടോ, കാരണം എൻ്റെ കൈയൊന്ന് മുങ്ങിയായിരുന്നു. അങ്ങനെ നമ്മുടെ പഴം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ. നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നല്ല ഗോൾഡൻ കളറാവും. ആ സമയത്ത് ഇങ്ങ് കോരിയെടുത്തോയെ. അങ്ങനെ ഞാൻ ചൂടോടുകൂടി ഒരു പഴംപൊരി കൊണ്ട് വായിലിട്ടതാട്ടോ. എൻ്റെ അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി. അപ്പം നല്ല അടിപൊളി പഴംപൊരി റെഡിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പഴംപൊരി ഇവൻ തൊട്ട് നോക്കൂല. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്